ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പതിവ് പോലെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അമ്മേനെ എന്തെങ്കിലും പണിയൊക്കെ സഹായിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് വയ്യല്ലോ. എന്നിട്ട് ഞാൻ പണികളൊക്കെ കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് അനിയൻ ചിക്കനൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മയ്ക്ക് വയ്യല്ലോ, നീ അതൊന്ന് കറി വെച്ച് തരുമോ ചോദിച്ചപ്പോൾ ഞാനതൊക്കെ വേഗം കഴുകി വരാനായിട്ട് നോക്കി. അപ്പോഴേക്ക് അമ്മ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ പേസ്റ്റാക്കിയിട്ട് എടുത്തു. അതിനുശേഷം ഞാൻ കഴുകി വാരി വെച്ച ചിക്കനിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പച്ചമുളക്, വേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായി തിരുമ്പിയെടുത്തു. അപ്പോഴേക്കും അമ്മ സബോള അരിഞ്ഞ് തന്നു. എന്നിട്ട് ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് സ്പൈസസൊക്കെ ഇട്ടതിന് ശേഷം സബോള ഇട്ട് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പുപൊടി, എന്താണെന്ന് വെച്ചാൽ സബോള വാടിക്കിട്ടണ്ടേ, അപ്പോൾ അതിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയെടുത്തു. പിന്നെ ഞാൻ എരിവോ മസാലകളോ ഒന്നും ഞാൻ ചേർക്കണില്ല. എന്താണെന്ന് വെച്ചാൽ ചിക്കനിൽ എല്ലാം തിരുമ്പി വെച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് പാകമായി വന്നു. അപ്പോൾ അനിയൻ വന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, നല്ല മണവും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ ബിജേഷേട്ടനും അനിയന്മാർക്കും എല്ലാവർക്കും ചോറ് കൊടുത്തു. അവരെ കൊണ്ട് കഴിയുമ്പോഴേക്കും അച്ഛൻ വന്നപ്പോൾ ഞാൻ അച്ഛനും ചോറ് കൊടുത്തു. അപ്പോൾ ഏതാണ്ട് ഒരു 9:30-10 മണിക്ക് ആവാറായിട്ടുണ്ട്. എന്നിട്ട് ഞാനും ഇത്തിരി ചോറൊക്കെ എടുത്തുകൊണ്ടു. അമ്മ പിന്നെ ഗുളിയൊക്കെ കഴിക്കണ കാരണം അമ്മ ഇത്തിരി നേരത്തെ ചോറൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുമ്പോൾ ബിജേഷേട്ടൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടു. ആളോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. എന്നിട്ട് ഞാൻ അമ്മയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് പോവാണ്. അപ്പോൾ മണിക്കൂട്ടനെ ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചു, പക്ഷേ ആൾ കേൾക്കണില്ല ഫോണിലുള്ള കളി കാരണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാർലിക്കാട്ടേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം, കമൻറ്റ് ഇടണം. നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ.